അസ്സലാമലൈക്കും. ജൂമി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ വീടിൻ്റെ ബാക്ക് ഭാഗം കുറച്ച് പാടം ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക് ഭാഗം പറമ്പാട്ടോ. ഇവിടെ ആദ്യമൊക്കെ നല്ലോണം കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒക്കെ ഏകദേശമൊക്കെ പോയി തുടങ്ങി. വാഴകളും കഴുങ്ങുകളും തെങ്ങ്, ഇരുമ്പാമ്പുളി, ജാതി അങ്ങനെയൊക്കെ കുറച്ചൊക്കെ ഉള്ളു. മറ്റേത് ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പറമ്പിൽ. അപ്പോൾ പിന്നെ ഉമ്മാക്ക് സുഖമില്ലാണ്ടായി. ഇപ്പം മരിച്ച് അതിന് ശേഷമൊക്കെ പറമ്പൊക്കെ അങ്ങനെ ആകെ നാശമായിപ്പോയി. അതിൻ്റെ ബാക്ക് ഭാഗം പാടാണ്. നല്ല മനോഹരമായിട്ടുള്ള നല്ലൊരു ഗ്രാമമാണ് നമ്മുടെ സ്ഥലം. അത് കുന്നോളം പഴനി കാട്ടകമ്പാൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ നിന്നും പോന്നിട്ട് ചിറയൻകാട് എന്ന് പറയും നമ്മളെ സ്ഥലത്തിന്. ഇതൊക്കെ നമ്മളെ സ്ഥലം തന്നെയാണ്. ഇനി നമ്മൾ അതിമനോഹരമായിട്ടുള്ള നമ്മുടെ പാടത്തേക്കാണ് ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ കൃഷി തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളെ ചെറുപ്പത്തിലൊക്കെ ഓടിച്ചാടി കളിച്ച് നടന്നിരുന്ന സ്ഥലമാണ് ഇതൊക്കെ. ഞങ്ങൾ ബാക്ക് ഭാഗം ഇത് പാടത്തേക്ക് ഇറങ്ങണ ഒരു ഭാഗമാണിത്. ഇവിടെ പണ്ടൊക്കെ ഞങ്ങൾ വന്നിട്ട് കുളിക്കുകയും ഒക്കെ ചെയ്യുന്ന സ്ഥലമായിരുന്നു കേട്ടോ. കൃഷി ഇപ്പോൾ ഞാറിട്ട് തുടങ്ങി. ഞാറിട്ടിട്ട് ഇപ്പോൾ ഒരാഴ്ചയൊക്കെ ആയിട്ടുള്ളൂ. അപ്പം പച്ചപ്പ് ആയി തുടങ്ങണേ ഉള്ളൂ. അതിമനോഹരമായിട്ടുള്ള സ്ഥലമാണ് ഇത്. കുറച്ചും കൂടെ ആയിക്കഴിഞ്ഞാൽ ഇവിടെ പച്ചപ്പ് ഫുള്ള് പച്ചപ്പ് പിടിച്ചിട്ട് ആകെ നല്ല ഭംഗിയാണ് കാണാൻ. ഇതൊരു കുളം. ഇതിൽ നന്നായി മീനൊക്കെ ഉണ്ട്. ഇതിൻ്റെ 2-3 കണ്ട അപ്പുറത്താണ് നമ്മളെ സ്ഥലം. അവിടെ ഒരു 5-8 കണ്ടം നമുക്ക് സ്ഥലങ്ങളുണ്ട്. അതിൽ കൃഷിയൊക്കെ ഞാറൊക്കെ നട്ടിട്ട് ഉണ്ട്. പണിക്കാരൊക്കെ കയറുന്ന സമയത്ത് തുടങ്ങി. അവിടെ പണിക്കാരൊക്കെ ഉണ്ട് പുല്ല് പറിക്കാനും അങ്ങനെയൊക്കെ ആയിട്ട്. എന്താ പണി കഴിഞ്ഞാ പിടിക്കില്ല. വെള്ളം പോണ ചാലാണിത്. ഇതിൽ നിന്നാണ് നമ്മൾ കണ്ടത്തിലേക്കൊക്കെ വെള്ളം പൊട്ടിച്ച് വിടുന്നത്. ഇതിൽ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ നിറയെ ആമ്പലുണ്ടായിരുന്നു. 2 തരം ആമ്പൽ എനിക്ക് കിട്ടിയ, വയലറ്റും വെള്ളയും. അതൊക്കെ ഞാൻ ഇവിടെ വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ കൊക്കുകളും ഒക്കെ ആയിട്ട് കൊക്കുകളൊക്കെ ഞാറൊക്കെ ഇട്ടിട്ടൊക്കെ നശിപ്പിക്കുകയാണ്. മീനിനെ പിടിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാറൊക്കെ നശിച്ചു പോവാണ്. ചെറുപ്രായത്തിൽ നമ്മൾ ഇതേപോലെ ഇവിടെ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നേരെ പാടത്തേക്കാണ് വരിക.
പാടത്തേക്ക് വന്നിട്ട് നമ്മൾ പുല്ല് പറിക്കാനും അതുപോലെ കളിക്കാനും ഒക്കെ ഭയങ്കര രസമുള്ളൊരു കാലമായിരുന്നു അതൊക്കെ. അന്ന് വീട്ടിൽ പശുവൊക്കെ ഉണ്ടായിരുന്നു. പശുവിന് നമ്മൾ പുല്ലൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട് വരും. പണിക്കാർ വരുമ്പോൾ അവരൊക്കെ ഒപ്പം വന്നിട്ട് നമ്മൾ പുല്ലൊക്കെ പറിച്ച് ചാക്കിലാക്കി കൊണ്ടുപോകും. പശുവിനെ കെട്ടാൻ വരിക, അങ്ങനെയൊക്കെ ഒരു നല്ലൊരു രസമുള്ളൊരു കാലമായിരുന്നു അതൊക്കെ. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അങ്ങനത്തെ ഒരു കാലങ്ങളൊന്നുമില്ല. നമ്മളെ ചെറുപ്പം എന്നൊക്കെ പറയുമ്പോൾ നല്ല എൻജോയ് ചെയ്ത് ജീവിച്ചിട്ടുള്ള ഒരു കാലമായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ മൊബൈലും കമ്പ്യൂട്ടറും ഒക്കെ ആയിട്ട് ഒതുങ്ങിക്കൂടിയല്ലോ. ഇനി ഒന്നും കൂടി അതിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ഇതൊക്കെ കാണാൻ. അതിപ്പോൾ നമ്മൾ വന്ന സ്ഥലമാണ് കാണുന്നത്. അതുപോലെ തന്നെ കൊയ്ത്തൊക്കെ ആയാൽ പണിക്കാരൊപ്പം വന്ന് നമ്മളൊപ്പം കൊയ്യാനും മരിക്കാനും കറ്റ കെട്ടി തല വെച്ച് കൊണ്ടുപോവുക, ഇതൊക്കെ ഒരു നല്ലൊരു രസമായിരുന്നു ആ കാലമൊക്കെ. അവരുടെ കൂടെ കഞ്ഞിയും ചമ്മന്തിയൊക്കെ കുടിക്കുക, ഇതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ എന്തൊരു സുഖമുള്ളൊരു ജീവിതമായിരുന്നു എന്നറിയാം. ഇനി ഇതേപോലെ തന്നെ ഇതിൻ്റെ അപ്പുറത്തേക്കൊക്കെ നല്ല ഒരുപാട് ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാറൊക്കെ കൊണ്ടിട്ട് നടന്ന ഒരു ഞങ്ങൾക്ക് അത് കുറച്ച് ദൂരമൊക്കെ കാണുന്നുണ്ട്. അങ്ങോട്ടൊന്നും നമ്മൾ പോണില്ല. ആ കുളത്തിലൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ ചൂണ്ട ഇട്ടിട്ട് പിടിച്ച് മീനൊക്കെ പിടിക്കുക, അതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ ഒരു സുഖമാണ് മനസ്സിന്. ചൂണ്ടിട്ട് പിടിച്ചിട്ട് നമ്മൾ മീൻ കഴിക്കൊന്നുമില്ല കേട്ടോ. പാടത്തെ മീനൊന്നും അങ്ങനെ കഴിക്കൊന്നുമില്ല. പക്ഷേ ചൂണ്ടിട്ട് മീനിനെ പിടിക്കുമ്പോൾ മീനിനെ കിട്ടുമ്പോഴുള്ള ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമൊക്കെയാണ് ഇതൊക്കെ. നല്ല കാറ്റാണ്, നല്ല കാറ്റാണ്. ഇവിടെയൊക്കെ നമുക്ക് കുളിക്കാനായിട്ടുള്ളൊരു സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഈ ഭാഗത്തേക്കാണ് അധികം കുളിക്കാനൊക്കെ വരിക കേട്ടോ. ഇതാണ് കുളം. ഇത് നന്നായി മീനൊക്കെ ഉണ്ടാവും. ഈ വെള്ളം വറ്റുന്നോട് കൂട്ടാണ് ഇതിൽ മീനൊക്കെ പിടിക്കുക. നമ്മളെ ഈ മനോഹരമായിട്ടുള്ള ഈ ഒരു സ്ഥലം എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ കണ്ടിട്ട് എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ പറയുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബട്ടൺ കൂടെ അമർത്തുക. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.